വരാനിരിക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ ഇലക്ഷൻ സട്ട താജ ഒപ്പീനിയൻ പോൾ സർവേ. ഉത്തർപ്രദേശിലെ 403 അംഗ നിയമസഭയിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ 75 ജില്ലകളിലായി 18 ഡിവിഷനുകളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഓരോ ഡിവിഷനുകളിലും ഓരോ മുന്നണികൾക്കും വിജയസാധ്യതയുള്ള സീറ്റുകൾ. ആദ്യത്തെ ഡിവിഷൻ ചിത്രക്കുടി ഡിവിഷനാണ്. ചിത്രക്കുടി ഡിവിഷനിൽ 19 സീറ്റുകളാണുള്ളത്. 19 സീറ്റുകളിൽ 10 സീറ്റുകൾ വരെ BJP സഖ്യവും 8 സീറ്റുകൾ വരെ SP കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് BSPയും നേടാനാണ് സാധ്യത. അടുത്ത ഡിവിഷൻ ദേവി പട്ടാൻ ഡിവിഷനാണ്. ദേവി പട്ടാൻ ഡിവിഷനിൽ 21 സീറ്റുകളാണുള്ളത്. 21 സീറ്റുകളിൽ 12 സീറ്റുകൾ വരെ BJP സഖ്യവും 9 സീറ്റുകൾ വരെ കോൺഗ്രസ് SP സഖ്യവും നേടാനാണ് സാധ്യത. BSPക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ഡിവിഷൻ അസംഗഡ് ഡിവിഷനാണ്. അസംഗഡ് ഡിവിഷനിൽ 23 സീറ്റുകളാണുള്ളത്. 23 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ BJP സഖ്യവും 16 സീറ്റുകൾ വരെ SP കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. BSPക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ഡിവിഷൻ ബറേലി ഡിവിഷനാണ്. ബറേലി ഡിവിഷനിൽ 26 സീറ്റുകളാണുള്ളത്. 26 സീറ്റുകളിൽ 13 സീറ്റുകൾ വരെ BJP സഖ്യവും 11 സീറ്റുകൾ വരെ SP കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് BSPയും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തത് അയോധ്യ ഡിവിഷനാണ്. അയോധ്യ ഡിവിഷനിൽ 27 സീറ്റുകളാണുള്ളത്. 27 സീറ്റുകളിൽ 14 സീറ്റുകൾ വരെ BJP സഖ്യവും 12 സീറ്റുകൾ വരെ SP കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് BSPയും നേടാനാണ് സാധ്യത. അടുത്തത് ലക്നൗ ഡിവിഷനാണ്. ലക്നൗ ഡിവിഷനിൽ 34 സീറ്റുകളാണുള്ളത്. 34 സീറ്റുകളിൽ 17 സീറ്റുകൾ വരെ BJP സഖ്യവും 15 സീറ്റുകൾ വരെ SP കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് BSPയും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തത് മിർസാപൂർ ഡിവിഷനാണ്. മിർസാപൂർ ഡിവിഷനിൽ 12 സീറ്റുകളാണുള്ളത്. 12 സീറ്റുകളിൽ 8 സീറ്റുകൾ വരെ BJP സഖ്യവും 4 സീറ്റുകൾ വരെ SP കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. BSPക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തത് മീററ്റ് ഡിവിഷനാണ്. മീററ്റ് ഡിവിഷനിൽ 28 സീറ്റുകളാണുള്ളത്. 28 സീറ്റുകളിൽ 13 സീറ്റുകൾ വരെ BJP സഖ്യവും 15 സീറ്റുകൾ വരെ SP കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. BSPക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തത് ഝാൻസി ഡിവിഷനാണ്. ഝാൻസി ഡിവിഷനിൽ 13 സീറ്റുകളാണുള്ളത്. 13 സീറ്റുകളിൽ 7 സീറ്റുകൾ വരെ BJP സഖ്യവും 5 സീറ്റുകൾ വരെ SP കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് BSPയും നേടാനാണ് സാധ്യത. അടുത്ത ഡിവിഷൻ പ്രയാഗ്രാജ് ഡിവിഷനാണ്. പ്രയാഗ്രാജ് ഡിവിഷനിൽ 27 സീറ്റുകളാണുള്ളത്. 27 സീറ്റുകളിൽ 15 സീറ്റുകൾ വരെ BJP സഖ്യവും 12 സീറ്റുകൾ വരെ SP കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. BSPക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ഡിവിഷൻ മൊറാദാബാദ് ഡിവിഷനാണ്. മൊറാദാബാദ് ഡിവിഷനിൽ 25 സീറ്റുകളാണുള്ളത്. 25 സീറ്റുകളിൽ 9 സീറ്റുകൾ വരെ BJP സഖ്യവും 16 സീറ്റുകൾ വരെ SP കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. BSPക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ഡിവിഷൻ സഹാറൻപൂർ ഡിവിഷനാണ്. സഹാറൻപൂർ ഡിവിഷനിൽ 15 സീറ്റുകളാണുള്ളത്. 15 സീറ്റുകളിൽ 7 സീറ്റുകൾ വരെ BJP സഖ്യവും 8 സീറ്റുകൾ വരെ SP കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. BSPക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ഡിവിഷൻ വാരണാസി ഡിവിഷനാണ്. വാരണാസി ഡിവിഷനിൽ 28 സീറ്റുകളാണുള്ളത്. 28 സീറ്റുകളിൽ 17 സീറ്റുകൾ വരെ BJP സഖ്യവും 11 സീറ്റുകൾ വരെ SP കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. BSPക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ഡിവിഷൻ അലിഗഡ് ഡിവിഷനാണ്. അലിഗഡ് ഡിവിഷനിൽ 19 സീറ്റുകളാണുള്ളത്. 19 സീറ്റുകളിൽ 11 സീറ്റുകൾ വരെ BJP സഖ്യവും 8 സീറ്റുകൾ വരെ കോൺഗ്രസ് SP സഖ്യവും നേടാനാണ് സാധ്യത. BSPക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ഡിവിഷൻ ആഗ്ര ഡിവിഷനാണ്. ആഗ്ര ഡിവിഷനിൽ 23 സീറ്റുകളാണുള്ളത്. 23 സീറ്റുകളിൽ 12 സീറ്റുകൾ വരെ BJP സഖ്യവും 8 സീറ്റുകൾ വരെ SP കോൺഗ്രസ് സഖ്യവും 3 സീറ്റുകൾ വരെ BSPയും നേടാനാണ് സാധ്യത.
അടുത്ത ഡിവിഷൻ ബസ്തി ഡിവിഷനാണ്. ബസ്തി ഡിവിഷനിൽ 17 സീറ്റുകളാണുള്ളത്. 17 സീറ്റുകളിൽ 9 സീറ്റ് വരെ BJP സഖ്യവും 8 സീറ്റുകൾ വരെ SP കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. BSPക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ഡിവിഷൻ ഗോരഖ്പൂർ ഡിവിഷനാണ്. ഗോരഖ്പൂർ ഡിവിഷനിൽ 26 സീറ്റുകളാണുള്ളത്. 26 സീറ്റുകളിൽ 18 സീറ്റുകൾ വരെ BJP സഖ്യവും 7 സീറ്റുകൾ വരെ SP കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് BSPയും നേടാനാണ് സാധ്യത. അടുത്ത ഡിവിഷൻ കാൺപൂർ ഡിവിഷനാണ്. കാൺപൂർ ഡിവിഷനിൽ 20 സീറ്റുകളാണുള്ളത്. 20 സീറ്റുകളിൽ 12 സീറ്റുകൾ വരെ BJP സഖ്യവും 8 സീറ്റുകൾ വരെ SP കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. BSPക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. ഉത്തർപ്രദേശ് നിയമസഭയിലെ ആകെയുള്ള 403 സീറ്റുകളിൽ 210 സീറ്റുകൾ വരെ BJP സഖ്യവും 181 സീറ്റുകൾ വരെ SP കോൺഗ്രസ് സഖ്യവും 9 സീറ്റുകൾ വരെ BSPയും 3 സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത.